സെക്കൻഡ്ലി നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് അഡ്വാൻസ് ടൂൾസ് അല്ലെങ്കിൽ പബ്ലിക് ലൈബ്രറീസ് അല്ലെങ്കിൽ മൈ അക്കൗണ്ട് ഇങ്ങനെയുള്ള മെനൂസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മളെപ്പോഴും ഒരു ഫ്ലോർ പ്ലാൻ വരച്ചിരിക്കണം. ഫ്ലോർ പ്ലാൻ വേണം. ഞാനൊരു ബേസിക് ഒരു ഫ്ലോർ പ്ലാൻ വരച്ചു. എന്നിട്ട് ഞാൻ പബ്ലിക് ലൈബ്രറിയിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ഞാൻ എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് വെക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇവിടെ ഫ്ലോർ പ്ലാൻ്റെ താഴെ നമുക്ക് പബ്ലിക്, ഇവിടെ ബാക്കി വിൻഡോസും ഡോർസും കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് ചെയ്യാം. എന്ത് വേണമെങ്കിലും നമുക്ക് ഇവിടെ ആഡ് ഒക്കെ ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊരു ബെഡ്റൂം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പബ്ലിക് ലൈബ്രറിയിൽ നിന്ന് കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, പബ്ലിക് ലൈബ്രറിയിൽ ക്ലിക്ക് ചെയ്യുക. പബ്ലിക് ലൈബ്രറി ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ഇതിൻ്റെ അകത്ത് തന്നെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ ബ്രാൻഡ്സ് എന്ന് പറയുന്നത് ആ ഒരു ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡ്സിൻ്റെയൊക്കെ കുറച്ച് കാറ്റലോഗ്സ് ആണുള്ളത്. ഫർണിച്ചർ കോമ്പിനേഷൻസ് ഉണ്ട്, കൺസ്ട്രക്ഷൻസ് ഉണ്ട്, ഫിനിഷസ്, ലൈറ്റിംഗ്, ഫർണിച്ചർ, കിച്ചൺ, ബാത്റൂം, അപ്ലയൻസസ്, കൊമേഴ്ഷ്യൽ ഡിസൈൻ, ഔട്ട്ഡോർ ഡെക്കോർ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ കൂടാതെ ഒരു മന്ത്ലി ഓരോരോ സാധനങ്ങൾ അപ്ഡേറ്റും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. എന്ത് സാധനം വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓൺലി തിങ് നമുക്ക് എന്താ വേണ്ടതെന്നുള്ളത് നമ്മുടെ സിമിലർ ആയിട്ടുള്ള സാധനങ്ങൾ ഇവിടെ വരുത്തണം. അപ്പോൾ നമ്മൾ എപ്പോഴും ഇപ്പോൾ എനിക്കൊരു ഇതൊരു ബെഡ്റൂം ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യാണ്. ഒരു ബെഡ് എന്നുള്ള രീതിയിൽ ബെഡ്റൂം ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്തു. ഇതിൻ്റെ അകത്ത് എനിക്കിപ്പോൾ ഒരു മാട്രസ് ബെഡ് ഇടണം. അപ്പോൾ ഞാനിവിടെ ഫർണിച്ചറിനകത്ത് ബെഡ്സും ഉണ്ട്, അല്ലെങ്കിൽ നമുക്കിവിടെ സെർച്ച് ചെയ്യാം. ഇപ്പോൾ ഞാനിങ്ങനെ ഫർണിച്ചർ എടുത്തു. അതിനകത്ത് കണ്ടോ ബെഡ്, ഇതിനകത്ത് ഓപ്ഷൻസ് വരും. ഡബിൾ ബെഡ് വേണോ, സിംഗിൾ ബെഡ് വേണോ, എന്ത് ടൈപ്പ് ബെഡ് വേണോ എന്നൊക്കെ ഉള്ളത് ഓപ്ഷൻസ് വരും. നമുക്ക് ഏത് വേണോ സ്യൂട്ടബിൾ ആയിട്ടുള്ള ബെഡ് നമുക്ക് നോക്കിയെടുക്കാം. ഇപ്പോൾ ഈ ഐക്കണിൽ ക്ലിക്ക് വെറുതെ മൗസ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സൂം ചെയ്ത പിക്ചർ വരും. അതിൻ്റെ അകത്ത് പിന്നെയും സൂം ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ വെറുതെ മൗസ് അതിൻ്റെ മേളിൽ കൂടി സ്ക്രോൾ ചെയ്ത് ഓടിച്ചാൽ മാത്രം മതി. പല പല മോഡൽസും അങ്ങനെയുള്ള അപ്ലൈ ചെയ്തതിൻ്റെ വ്യൂസും കാര്യങ്ങളെല്ലാം ഇവിടെ കാണും. അതിൻ്റെ മെഷർമെൻറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ക്ലിക്ക് ചെയ്യുക, ഇവിടെ ഞാൻ ഡ്രോപ്പ് ചെയ്യുക. ഇവിടെ കണ്ടോ പ്രസ് ആൻഡ് ഹോൾഡ് കൺട്രോൾ ടു മൂവ് ഫ്രീലി. കൺട്രോൾ നെക്കി പിടിച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇതൊക്കെ ഏതെങ്കിലും വോളിൽ ചെന്ന് പെട്ടെന്ന് സ്റ്റക്ക് ആവും. പെട്ടെന്ന് നമ്മൾ വിചാരിച്ച പോലെ അത്ര ഈസി ആയിട്ട് മൂവ് ചെയ്യില്ല. കൺട്രോൾ നെക്കി പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മൂവ് ആകും. ഓക്കെ, ഇപ്പം ഞാനിവിടെ ഒരു ബെഡ് ഇവിടെ ഇട്ടു. ഓക്കെ, എന്നിട്ട് ഞാനിത് മാറ്റി. അപ്പോൾ ഇത് സിമിലർ ആയിട്ടുള്ള സാധനങ്ങൾ വേണമെങ്കിൽ ഫ്ലിപ്പ് ചെയ്ത് മാറ്റാൻ പറ്റും, നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇത് വരുന്നത്. അത് നമുക്കിപ്പോൾ വേണ്ട. ഇനി നമുക്കത് എങ്ങനെയാണ് 3D വന്നേക്കണേ എന്നുള്ളത് നോക്കാം. ഇവിടെ 3D എടുക്കാം. കണ്ടോ, അവിടെ ബെഡ് അപ്ലൈ ആയി. ഓക്കെ, നമുക്ക് ഇനി വേണ്ടതെന്ന് വെച്ചാൽ ഇനി 2 സൈഡ് ടേബിൾ വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ബാക്കിൽ പോയിട്ട് നമുക്ക് ടേബിൾസ് ഉണ്ട്, അല്ലെങ്കിൽ സൈഡ് ടേബിൾസ് എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്യാം. സൈഡ് ടേബിൾ, അപ്പോൾ ഇതിന് സൈഡിൽ വെക്കുന്ന ടൈപ്പ് ഓഫ് സൈഡ് ടേബിൾസ് പല പല മോഡൽസിലുള്ള സൈഡ് ടേബിൾസ് എല്ലാം വരുന്നുണ്ട്. നമുക്ക് ഏത് വേണമെന്നുണ്ട്. 250 പേജസ് ഉണ്ട്. ഇതിപ്പോൾ 3ാമത്തെ പേജ് ആയിട്ടുള്ളൂ. ഇപ്പോൾ പല പല മോഡൽസിൽ സൈഡ് ടേബിൾസ് ഉണ്ട്. നമുക്ക് ഏതെങ്കിലും ഇപ്പോൾ ഒരു പിക്ക് ആൻഡ് ഡ്രോപ്പ് പോലെ നമുക്ക് ഇതിൻ്റെ അകത്ത് പറയുന്നത് വെച്ചാൽ നിങ്ങൾ ഇത് ഇങ്ങോട്ട് വലിച്ചിടുകയല്ല ചെയ്യേണ്ടത്, പിക്ക് ആൻഡ് ഡ്രോപ്പ് എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് നോക്കേണ്ടത്. ഓക്കെ, കുറേ മോഡൽസും കാര്യം പെട്ടെന്ന് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പേജിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫെമിലിയർ ആണ് ഇതിൻ്റെ അകത്ത് 60ാമത്തെ പേജിലാണ് ഉള്ളതെന്ന് അറിയാൻ കഴിഞ്ഞാൽ നിങ്ങൾ 60 അടിച്ചു കൊടുത്താൽ മതി. അത് നേരെ 60ാമത്തെ പേജിലേക്ക് ജമ്പ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ഒരു ഡിസൈൻ ഞാൻ ഇവിടെ സൈഡ് ടേബിൾ ആയിട്ട് കൊടുക്കുകയാണ്. പിക്ക് ആൻഡ് ഡ്രോപ്പ്. ഓക്കെ, അവിടെ കൊടുത്തു. ഈ ഒരു മോഡൽ എടുത്ത് ഞാൻ ഇപ്പുറത്തും കൊടുത്തു. ഓക്കെ, ഇനി എനിക്ക് ഇതിൻ്റെ സെലക്ഷൻ, ഇതിപ്പോൾ ഇതാണ് സെലക്ട് ആയിരിക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇപ്പോൾ ബെഡ് സെലക്ട് ആയി, ഇത് സെലക്ട് ആവും. ഓക്കെ, ഇനി ഇത് ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് 2D നോക്കാൻ നേരത്ത് നമുക്ക് ഇത് എവിടെയാണ് ഇരിക്കണേ എന്നുള്ളത്, ഇതിനോട് എത്ര വിട്ടിട്ടാണ് നിൽക്കണേ എന്നുള്ളത് ഇപ്പോൾ 0 ആക്കി മാറ്റി കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തോട്ട് പോകാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് കുറച്ചൊന്ന് കയറിയിട്ടാണ് ഇവിടെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭിത്തിനോട് അടുപ്പിച്ചിടണമെന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ വലിച്ചിങ്ങനെ നീക്കാൻ നിൽക്കണ്ട. അത് ചിലപ്പോൾ അഡ്ജസ്റ്റ്മെന്റ് ശരിയാകത്തില്ല. ഇവിടെ എത്ര ഡിഫറൻസ് ഉണ്ടോ അത് ക്ലിക്ക് ചെയ്യുക, 0 ആക്കി കളയുക. അപ്പോൾ അത് വന്നിട്ട് മുട്ടി നിൽക്കും. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഫ്ലോർ പ്ലാൻ്റെ അകത്തുള്ള വ്യൂ ആയി. ഇങ്ങനെ ഓരോരോ സാധനങ്ങൾ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് വലിച്ച് നമുക്ക് ഇപ്പുറത്തോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഏതെങ്കിലും ഒരു ചെയർ ഇവിടെ വേണം. ഓക്കെ,
ഇനി ഇത് കണ്ടോ, ഇത് റൊട്ടേറ്റ് ബട്ടൺ ആണ്. ഏത് സ്ഥലത്തോട്ട് തിരിഞ്ഞിരിക്കണം ചെയർ എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇങ്ങോട്ടേക്കാണ് ഇത് തിരിഞ്ഞിരിക്കുന്നത്. എനിക്ക് കുറച്ചും കൂടി നീക്കിയിടണം. ഓക്കെ, കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് പബ്ലിക് ലൈബ്രറിയിൽ നിന്ന് ഓരോരോ സാധനങ്ങൾ, ഇതിൻ്റെ അകത്ത് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ഇതിനകത്ത് വലിച്ചിടാൻ പറ്റും. ഇത് നമുക്ക് അധികം എഡിറ്റ് ഓപ്ഷൻ ഒന്നും ഉണ്ടാകത്തില്ല ഇതിൻ്റെ അകത്ത്. ഇപ്പൊ നമുക്ക് ഇത് എഡിറ്റ് ചെയ്ത് വേറൊരു മോഡലാക്കി മാറ്റണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് മെറ്റീരിയൽ എഡിറ്റ് ചെയ്യാൻ പറ്റും, എന്നല്ലാതെ ആ മോഡൽ സ്ട്രക്ചർ ഒന്നും നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, പിന്നെ വേറൊരു കാര്യം കൂടി നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ ഈ ഒരു മോഡൽ എടുത്തു, ഈ ഒരു മോഡൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളിവിടെ ഒരു സ്റ്റാർ ബട്ടൺ കണ്ടോ. ഈ സ്റ്റാർ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് അത് ഫേവറേറ്റിലേക്ക് മാറ്റും. നിങ്ങൾക്ക് ഏത് ഫോൾഡറിലേക്ക് മാറ്റണം എന്നുള്ളതൊക്കെ ചോദിക്കും. അത് ഇപ്പോൾ സ്റ്റാർ ബട്ടൺ ഞെക്കി കഴിയുമ്പോൾ അത് നിങ്ങളുടെ ഫേവറേറ്റിലേക്ക് ആക്കും. അപ്പോൾ ഇത്രയും 250 പേജസ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് പിന്നീട് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കൽ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് സ്റ്റാർ ബട്ടൺ ഞെക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഹോമിൽ പോകാൻ നേരത്ത് നിങ്ങൾക്ക് മൈ അക്കൗണ്ടിൽ കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് ഏത് ഫോൾഡറിലാണ് നിങ്ങൾ സേവ് ചെയ്തിട്ട് കണ്ടോ, ഇപ്പോൾ സ്റ്റാറിൽ വന്ന് കിടക്കും. അപ്പോൾ ഇത് റീയൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് തന്നെ എടുത്ത് റീയൂസ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ അൺസ്റ്റാർ ചെയ്യാം. കണ്ടോ, അതവിടെ പൊക്കോളും. ഓക്കെ, അങ്ങനെയാണ് ഈ പബ്ലിക് ലൈബ്രറി യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇഷ്ടംപോലെ കോമ്പിനേഷൻസും കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. ഫിനിഷ് കുറേ വാൾസിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിൻ്റെ അവൈലബിൾ ആണ്. ഫർണിച്ചേഴ്സ്, ഇപ്പോൾ ഈ പറയുന്ന സാധനങ്ങൾ, സോഫ സെറ്റ് ടേബിൾ, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അവൈലബിൾ ആണ്. ലൈറ്റിംഗ്, എന്തെങ്കിലും ലൈറ്റ് ഫിറ്റിങ്സ്, ഇപ്പോൾ ലൈറ്റ് വേണം എനിക്ക് ഇവിടെ കൊണ്ട് നോക്കണമെന്നുണ്ടെങ്കിൽ ഭിത്തിയിൽ ലൈറ്റായി അത് ഓട്ടോമാറ്റിക്കലി ഇലൂമിനേറ്റ് ചെയ്തോളും. നമ്മൾ റെൻഡർ ചെയ്യാൻ നേരത്തെ അതിൻ്റെ അകത്ത് നിന്ന് ലൈറ്റും വന്നോളും. ഇതൊരു വെറുതെ ഡമ്മി മാത്രമല്ല, ഇത് ആക്ച്വൽ ലൈറ്റും ഉണ്ടാവും. അതിൻ്റെ ഇൻഫോർമേഷൻസ് നോക്കുക, അതിൻ്റെ ഒപ്പം അതിൻ്റെ അകത്ത് മോഡൽ സൈസും കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെയുള്ളത് ചെയ്യാം. അങ്ങനെ സ്വിച്ച് ഓഫ് ചെയ്യാം. പല പല മോഡൽസ്, ഇപ്പം മേളിൽ LED ലൈറ്റ് കൊടുക്കണമെങ്കിൽ ഡൗൺ ലൈറ്റ്സ് ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. ഇനി ഈവൻ കിച്ചൺ പോലും ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. കണ്ടോ, പല പല ടൈപ്പ് ഓഫ് മോഡൽസ് കിച്ചൺ അവൈലബിൾ ആണ്. ഇപ്പം നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏതെങ്കിലും കിച്ചൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കിച്ചൺസ് നോക്കാം, അത് എടുത്ത് നമുക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പക്ഷെ ഇത് എഡിറ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഒരു കിച്ചൺ എടുത്ത് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയാം. ഒരു കിച്ചൺ എടുത്ത് ഇവിടെ നമുക്ക് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെടുത്ത് ഇവിടെ വെക്കാം, നമുക്ക് കിച്ചൺ ആക്കാം. ഇത് ഒറ്റയടിക്ക് നമുക്കൊരു കിച്ചൺ കിട്ടി റെൻഡർ ചെയ്തെടുക്കുകയും ചെയ്യാം. മെറ്റീരിയലും നമുക്ക് മാറ്റാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരു എഡിറ്റ് ഓപ്ഷൻസ് ഒക്കെ വളരെ കുറവ്. ഇപ്പോൾ ഈ ഡ്രോ എടുത്ത് ഇപ്പുറത്തോട്ട് വെക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ഇതിൻ്റെ അകത്ത് അവൈലബിൾ അല്ല, ബിക്കോസ് അതൊരു മോഡലായിട്ടാണ് കയറുന്നത്. ഓക്കെ, ഇത്രയൊക്കെയാണ് നമുക്ക് പബ്ലിക് ലൈബ്രറിയിലുള്ളത്. നിങ്ങളത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ എന്തൊക്കെ ഐറ്റംസ് ആണുള്ളത് എന്നുള്ളതൊക്കെ മനസ്സിലാകും. ആവശ്യമുള്ളതിന് സ്റ്റാർ കൊടുത്തിടുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും. ഇത് ഫർണിച്ചർ കോമ്പോസ് ആണ്. നമുക്ക് ചില കോമ്പോസ് ചിലപ്പോൾ നമുക്ക് ഡൈനിങ് സെറ്റൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെയറും ടേബിളൊക്കെ ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഞാനൊന്ന് അത് ഏതെങ്കിലും ഒരു മോഡൽ ഒന്ന് വെച്ച് നോക്കട്ടെ. കണ്ടോ, ഇതിൻ്റെ അകത്ത് ഇത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇത് അവർ തന്നെ ഓപ്ഷൻ തരുന്നുണ്ടോ. ഇവിടെ ഒരു അൺഗ്രൂപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കണ്ടോ. ഇതിപ്പോ മൂവ് ചെയ്യാൻ നേരത്ത് സിംഗിൾ ആയിട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്. ഈ ഡൈനിങ് ടേബിളും ചെയറും എല്ലാം കൂടി ഗ്രൂപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് അൺഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇത് അൺഗ്രൂപ്പ് ചെയ്തിട്ട് എനിക്ക് ചെയർ മാത്രം മൂവ് ചെയ്യാൻ പറ്റും അൺഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ. ഇനി അത് റീഗ്രൂപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷിഫ്റ്റ് നെക്കി പിടിച്ചിട്ട് അതെല്ലാം കൂടി വലിക്കുക, അതെല്ലാം കൂടി വലിച്ചിട്ട് കണ്ടോ ഗ്രൂപ്പ് ആക്കുക. അപ്പോൾ എല്ലാം കൂടി അത് മൂവ് ആയിക്കോളും. ഓക്കെ, ഇങ്ങനെ വേണമെങ്കിൽ അത് ചില ഓപ്ഷൻസിലുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇങ്ങനെയാണ് പബ്ലിക് ലൈബ്രറിയിൽ നിന്ന് നമ്മൾ കാര്യങ്ങൾ എടുക്കുന്നത്. പബ്ലിക് ലൈബ്രറി മെയിൻലി യൂസ് ചെയ്യണം നമുക്ക് ഡെക്കോർ ഐറ്റംസും കാര്യങ്ങളെല്ലാം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇവിടെ ആയിരിക്കും പബ്ലിക് ലൈബ്രറിയിൽ ആവശ്യത്തിനനുസരിച്ചുണ്ട്. നമ്മൾ ഫർണിച്ചേഴ്സ് എല്ലാം മേക്ക് ചെയ്തിട്ട് നമുക്ക് ഡെക്കോർ ഐറ്റംസും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എടുക്കാം. എസ്പെഷ്യലി കർട്ടൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസിലി നമുക്ക് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അൺലിമിറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. എല്ലാം ഇതിൻ്റെ അകത്ത് അവൈലബിൾ, ബ്ലൈൻഡ്സ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ അതൊന്നും നമ്മൾ രണ്ടാമത് മോഡൽ ഡൗൺലോഡ് ചെയ്ത് ഇതിൻ്റെ അകത്ത് കൊണ്ടുവരേണ്ട കാര്യമില്ല. ഇതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സാധനങ്ങളെല്ലാം കിട്ടും. അപ്ലയൻസസ് കണ്ടോ, ഡൈനോബ് കിച്ചൺ അങ്ങനെയുള്ള കുറേ സാധനങ്ങളെല്ലാം കിച്ചൺ അപ്ലയൻസസ് എല്ലാം ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. ഔട്ട്ഡോർ ഫർണിച്ചർ, ബാത്റൂം ഫർണിച്ചേഴ്സ് അങ്ങനെയുള്ളതെല്ലാം ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. കൺസ്ട്രക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള വാൾസ്, സ്റ്റെയർ കേസ്, ഡിവൈഡേഴ്സ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. ഓക്കെ, സീലിംഗ് വരെ അതിൻ്റെ അകത്ത് ഉണ്ട്. കുറേ ടൈപ്പ് ഓഫ് മോഡൽ ഇതിൻ്റെ അകത്ത് ഉണ്ട്. ഓക്കെ,
ഇതൊക്കെ ആപ്ലിക്കബിൾ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്പെൻസ് ഓൺ പ്രൊജക്റ്റ് എങ്ങനെയൊക്കെയാണോ സൈറ്റ് കസ്റ്റമർക്ക് വരുന്ന രീതി അനുസരിച്ചാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അത് നോക്കിയിട്ട് അതിന് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഈ ഡോർ അപ്ലൈ, ഇപ്പോൾ ഇതിനൊരു ഡോറ് നമ്മൾ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് റീപ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ റീപ്ലേസ് ബട്ടൺ ഉണ്ട്. ഈ റീപ്ലേസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിമിലർ ആയിട്ടുള്ള ഡോർസ് പബ്ലിക് ലൈബ്രറിയിൽ ഓപ്പൺ ആയിട്ട് വരും. ഏകദേശം വേറെ എന്തൊക്കെയാണ് എനിക്ക് ഈ ഡോർ മതി, ഓക്കെ ഇത് കൊള്ളാം, അല്ലെന്നുണ്ടെങ്കിൽ ഓക്കെ ഈ ഒരു ഡോർ കൊടുക്കാം. കേട്ടോ, അതവിടെ മാറി ആ ഡോറായി. ഇനി വേറെ ഏത് ടൈപ്പ് ഈ ഒരു മോഡലോ വേണമെന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കേട്ടോ അത് മാറി വേറൊരു ഡോറായി മാറും. അങ്ങനെ നമുക്ക് റീപ്ലേസ് ചെയ്യാം. ഈ കോട്ട് ഇത് മാറ്റിയിട്ട് റീപ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ റീപ്ലേസ് ബട്ടൺ ഉണ്ട്. റീപ്ലേസ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ കോട്ടിനോട് സിമിലർ ആയിട്ടുള്ള കോഡ്സ് എല്ലാം ഇവിടെ കാണിക്കും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതെടുത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ചിലതൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല, സ്പേസ് ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. കണ്ടോ, മോഡൽ വേറെ വന്നു. അപ്പോൾ ഇത് പെട്ടെന്ന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള മോഡൽസ് എല്ലാം യൂസ് ചെയ്യാം. മെയിൻലി നമ്മുടെ ഫർണിച്ചേഴ്സ് ആണ് കൊടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇതൊന്നും നമുക്ക് യൂസ്ഫുൾ ആകണമെന്നില്ല. പിന്നെ ഈ ഡെക്കോർ ഐറ്റംസ് നമുക്ക് യൂസ്ഫുൾ ആകും, സോഫ യൂസ്ഫുൾ ആകും, ഡോർ യൂസ്ഫുൾ ആകും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെല്ലാം ഈ പബ്ലിക് ലൈബ്രറിയിൽ നമുക്ക് യൂസ് ചെയ്യാം. ലൈറ്റിംഗ് യൂസ് ചെയ്യാം, കിച്ചൺ അപ്ലയൻസസ് യൂസ് ചെയ്യാം, അങ്ങനെയുള്ള ചെയേഴ്സ് യൂസ് ചെയ്യാം. അതുപോലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്ത് സൈഡ് ടേബിളിൻ്റെ മേളിൽ വെക്കുന്ന ലാംപ്സ്, സ്വിച്ചസ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു സ്വിച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ സ്വിച്ച് ബോർഡ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ സ്വിച്ച് സെർച്ച് ചെയ്യാം. സ്വിച്ച് സെർച്ച് ചെയ്ത് തന്നെ എന്തെങ്കിലും കണ്ടോ, ഇഷ്ടംപോലെ സ്വിച്ചസ് അവൈലബിൾ ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പ്ലഗ് പോയിന്റ് ഉള്ള സ്വിച്ച് ആണെന്നുണ്ടെങ്കിൽ കൊടുക്കുക. ഇവിടെ മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് എവിടെ വന്നിരിക്കണമെന്നുള്ളത് നോക്കുക. നമുക്കിവിടെ ആക്സിസ് എല്ലാം അവൈലബിൾ ആണ്, വൈ ആക്സിസ്, റൊട്ടേറ്റ് ചെയ്യാൻ ആക്സിസ് എല്ലാം അവൈലബിൾ ആണ്. ഇതിൻ്റെ 2D എടുത്ത് നോക്കുക. 2D എടുത്ത് നോക്കാൻ നേരത്ത് സ്വിച്ച് ഇരിക്കുന്നത് കണ്ടത് ഇവിടെയാണ് ഇരിക്കുന്നത്. അത് ഇവിടെ എത്തണം ഈ ഭിത്തിയിൽ. അപ്പം നിങ്ങൾ കണ്ടോ ഭിത്തിയിൽ മുട്ടിയിരിക്കും. ഭിത്തിയിലേക്ക് കയറ്റി ഇപ്പോൾ കയറ്റണമെന്നുണ്ടെങ്കിൽ മുകളിലേക്ക് ഇങ്ങനെ പുൾ ചെയ്ത് നമുക്ക് കയറ്റാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ ഫ്ലോർ പ്ലാനിൽ പറഞ്ഞ പോലെ ഇത് എനിക്ക് കൃത്യമായിട്ടുള്ള മെഷർമെന്റിൽ ഈ സ്വിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ ഈസി മെത്തേഡ് എന്ന് വെച്ചാൽ ഇത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് മെഷർ ചെയ്യുക. മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ടൂളിൽ നിന്ന് മെഷർ ഇസഡ് ആണ് ഷോർട്ട് കട്ട്. മെഷർ എടുക്കുക. ഇവിടെ നിന്ന് മേളിൽ നിന്ന് എത്ര വിട്ടിട്ടാണെന്നുള്ള മെഷർ ഇപ്പം നിൽക്കുന്നത് നോക്കുക. 1300 ആണെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ 1400 മതി എന്നുണ്ടെങ്കിൽ താഴേക്ക് വരുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. 1600 കണ്ടോ താഴേക്ക് മറിയുന്നുണ്ടോ. ഇനി അത് കറക്റ്റ് ആയിട്ട് ആക്യുറേറ്റ് ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എസ്കേപ്പ് അടിച്ച് ചെയ്ത് പോകും. ഇതിൻ്റെ അകത്ത് 3D എടുക്കുക മതി. ഇതിൻ്റെ അത് കറക്റ്റ് ആയിട്ട് ആക്യുറേറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളിത് കൃത്യമായിട്ട് സൂം ചെയ്ത് ഇവിടെ എത്തിക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഷിഫ്റ്റ് ഇസഡ് അടിക്കുക. എന്ത് ഐറ്റം ആണോ നിങ്ങൾക്ക് വേണ്ടത് ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഷിഫ്റ്റ് ഇസഡ് അടിക്കുക. അപ്പോൾ അത് സൂം ചെയ്ത് കറക്റ്റ് അതിൻ്റെ പൊസിഷനിൽ വരും. ഇനി നിങ്ങൾക്ക് ഈസി ആയിട്ടൊന്ന് സ്ക്രോൾ പുറത്തോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആക്യുറേറ്റ് മെഷർമെന്റ് എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ടൂൾ കിറ്റിൽ നിന്ന് മെഷർ എടുക്കുക, എത്ര വിട്ടിട്ടാണെന്നുള്ളത് നോക്കുക, ഇവിടെ എടുക്കുക. ഇവിടെ നിന്ന് ഇപ്പം എനിക്കൊരു 2000 ഉണ്ട്, എനിക്ക് 1500 വേണം എന്നുള്ളത്. മെഷർമെന്റ് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ അതിവിടെ ഓക്കെ. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുക്കുക. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ മെഷർ ചെയ്യുക. നെറ്റ് സ്ലോ ആകുമ്പോൾ ചില സമയത്ത് ഇതുപോലെ സ്റ്റക്ക് ആകും. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് നെറ്റ് കണക്ടിവിറ്റി ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. നെറ്റ് സ്ലോ ആയതുകൊണ്ടാണ് ഇത് സ്റ്റക്ക് ആയത്. നെറ്റിന് കണക്ടിവിറ്റി പ്രശ്നം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് നമ്മുടെ പബ്ലിക് ലൈബ്രറിയിൽ നിന്ന് എടുക്കാനുള്ളത്. ഇതിൻ്റെ അകത്ത് വെക്കുന്ന സാധനങ്ങൾ ഡെക്കോർ ഐറ്റംസ്, നമുക്ക് കിച്ചണിലൊക്കെ വെക്കാനുള്ള ഡെക്കോർ ഐറ്റംസ്, ഈ ടേബിളിൻ്റെ മുകളിൽ വെക്കുന്ന ഡെക്കോർ ഐറ്റംസ് എല്ലാം ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് അതനുസരിച്ചുള്ള സാധനങ്ങൾ വലിച്ച് നിങ്ങൾ ഇപ്പോഴത്തെ പിക്ക് ആൻഡ് ഡ്രോപ്പ് ആണ് കേട്ടോ. വലിച്ചിടുക അല്ല ഇങ്ങോട്ടേക്ക്, പിക്ക് ആൻഡ് ഡ്രോപ്പ് ആണ്. ഒന്നുകൂടി പറയുകയാണ്, വലിച്ചിടുകയല്ല, പിക്ക് ആൻഡ് ഡ്രോപ്പ് ആണ്. ഇതിൻ്റെ ഇപ്പോൾ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം നിങ്ങൾക്ക്. ഇതിൻ്റെ ഇപ്പോൾ ഈ ഒരു ഭിത്തിയിൽ ഞാൻ ഒരു
ബേസിൻ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതിൻ്റെ അതിൽ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് എവിടെയാണ് ഇരിക്കണമെന്നുള്ളത് നോക്കുക. ഒന്ന് ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ഡിസ്റ്റൻസ് ഫ്രം ദ ഗ്രൗണ്ട് 0 ആണ്. ഇനി അതിൻ്റെ ഹൈറ്റ് കൂട്ടണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ലെങ്ത് കൂട്ടണം എന്നുണ്ടെങ്കിൽ 600 എന്നുള്ളത് എനിക്ക് 1200 ആക്കണം എന്നുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ അത് ഓട്ടോമാറ്റിക്കലി അത് വലുതായി. ഇപ്പം എനിക്ക് ഇപ്പോൾ 600 തന്നെ ഇടാം. അതുകൂടാതെ ഇപ്പോൾ നിങ്ങൾക്ക് ഹൈറ്റ് മാത്രമാണ് കൂട്ടേണ്ടതെന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ ഹൈറ്റ് മാത്രം എനിക്ക് ഇതിൻ്റെ ലെങ്ത് മാത്രമാണ് കൂട്ടേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ സ്കെയിൽ എന്നുള്ള അൺടിക്ക് ചെയ്യണം. അപ്പോൾ എന്നിട്ട് നിങ്ങൾ ഇതിൻ്റെ ലെങ്ത് മാത്രമാണ് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഉണ്ടോ ലെങ്ത് മാത്രം കൂടി വരും. ഓക്കെ, ഇതിൻ്റെ വിഡ്ത്ത് ഒന്നും കൂടത്തില്ല. ഇപ്പം നിങ്ങൾക്ക് സ്കെയിലിംഗ് ആണ് വേണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ 1000 എന്നുള്ളത് 2000 ഒക്കെ എന്നാൽ ടോട്ടലായിട്ട് കൂടും സ്കെയിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതങ്ങനെ പല പല ഡിഫറൻസിലും നമുക്ക് മാറ്റിയിടാൻ പറ്റും. ഒരുമിച്ചാണ് എല്ലാം കൂടി ലെങ്ത്തും വിഡ്ത്തും എല്ലാം കൂടി ഒരുമിച്ച് വലുതാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കെയിലൂടെ ടിക്ക് മാർക്ക് കൊടുക്കുക. അൺടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്നാൽ എന്താണോ കൂട്ടേണ്ടത് അത് മാത്രമായിട്ട് മാറും. ഓക്കെ, ഇത്രയൊക്കെയാണ് പബ്ലിക് ലൈബ്രറിയിൽ നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, പിന്നെ ഇവിടെ കുറച്ച് ഐക്കൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേണ്ടാത്ത സാധനങ്ങളൊക്കെ നമുക്ക് ഹൈഡ് ചെയ്ത് കളയാൻ പറ്റുന്ന ഓപ്ഷൻ ഉണ്ട്. പിന്നെ അല്ലെങ്കിൽ ഇവിടെ ഇത് കണ്ടോ ഹൈഡ് ഓപ്ഷൻ ഉണ്ട്. ഇപ്പം എനിക്കിതിവിടെ കാണണ്ട, പക്ഷെ ശരിക്കും അത് അവിടെ ഉണ്ടാവും. ഇപ്പം ഞാൻ 3D എടുക്കാൻ നേരത്ത് എനിക്ക് ആ ഒരു പ്ലാന്റ് എനിക്ക് കൃത്യമായിട്ട് കാണുന്നില്ല, ബിക്കോസ് ഇതിൻ്റെ ഒബ്സ്ട്രക്ഷൻ ഉണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്ത് വേണമെങ്കിൽ എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഹൈഡ് ചെയ്ത് കളയാം. ഇതിനെ ക്ലിക്ക് ചെയ്യുക, ഇവിടെ ഒരു കണ്ടിൻ്റെ ഒരു ഐക്കൺ ഉണ്ട്, ഇതിനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹൈഡായി എന്ന് കരുതി നിങ്ങൾക്ക് ഇത് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കാര്യങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കുകയൊക്കെ ചെയ്യാം. ഇതിപ്പോൾ ഞാനിവിടെ മാറ്റി വെച്ചു എന്നും കരുതി അത് അവിടെ ഇല്ല എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. അത് നമുക്ക് വ്യൂവിൽ ചെന്നിട്ട് ഷോ ഹിഡൻ പ്രൊഡക്ട്സ് പറയുന്നത് കണ്ടോ അതവിടെ വരും. അപ്പോൾ അങ്ങനെ നമുക്ക് ഈസ് ഓഫ് യൂസിന് വേണ്ടിയിട്ട് അങ്ങനെ യൂസ് ചെയ്യാൻ വേണമെങ്കിൽ. ഓക്കെ, അങ്ങനെ പല കാര്യങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത്. ഇതൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ട് വേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഇതാണ് നമ്മുടെ പബ്ലിക് ലൈബ്രറി എന്ന് പറയുന്ന സാധനത്തിൻ്റെ അകത്തുനിന്ന് ഉള്ളത്. ഓരോ പ്രാവശ്യം അപ്ഡേറ്റ്സ് വരും. അത് നിങ്ങൾക്ക് അപ്ഡേറ്റ് വരാൻ നേരത്ത് നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് കയറി നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ അത് സ്റ്റാർ ചെയ്ത് വെക്കണം മസ്റ്റായിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അകത്ത് സെർച്ച് ചെയ്ത് സമയം പോകും. ഓക്കെ, ഇതാണ് പബ്ലിക് ലൈബ്രറിനെ കുറിച്ച് പറയുന്നത്.